പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു മനോഹരമായ വചനം ഓർക്കുകയാണ്. ലൂക്ക 4:18. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ അവസരം പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് റോമിലെ ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് 2007 ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചിലൂടെ, അവിടുത്തെ എളിയദാസനായ ക്ലെമന്റ് ബ്രദറിലൂടെ ദൈവം ആരംഭിച്ച ശുശ്രൂഷ ഇന്നും വർഷങ്ങളായി ഇത് തടസ്സം കൂടാതെ മുടക്കമില്ലാതെ പോകുന്നതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ഭാഗമായി എല്ലാവരും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് വൈദികര്, സിസ്റ്റേഴ്സ്, ആത്മായ ശുശ്രൂഷകര്, അവർക്കെല്ലാം കർത്താവ് അഭിഷേകം കൊടുത്തു. ധാരാളം രോഗികൾ സുഖപ്പെട്ടു. അനേകം പേർക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകരാകാൻ കൃപ കൊടുത്തു. മാനസാന്തരങ്ങളുണ്ടായി. ഒത്തിരി പേര് കുമ്പസാരിച്ചു. മുടങ്ങാതെയുള്ള ദിവ്യബലി, അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വിഷയത്തിലുള്ള യാത്ര അനേകർ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് റോമിൽ നമുക്കെല്ലാവർക്കും, എനിക്കും ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ദൈവം കൃപ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഈ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ മുടക്കം കൂടാതെ ഒരു വലിയ സമർപ്പണമായിട്ടെടുത്ത് കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട ക്ലെമന്റ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം.